ജനിച്ചതെങ്കിൽ അത് കിച്ചുവിന്റെ ആവശ്യപ്രകാരമായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. സുധിച്ചേട്ടൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ നമുക്ക് കിച്ചു മാത്രം മതി, ഞാൻ സമ്മതിച്ചാണ്, വേറെ ആരും വേണ്ട. കാരണം കുഞ്ഞിന് വിഷമം. ആ സമയത്ത് എൻ്റെ വീട് അപ്പുവിൻ്റെ സിനിമയൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് വിഷമം, ഇവന് വേറെ വിഷമിപ്പിക്കരുതെന്ന് ഓർത്ത്. പക്ഷെ കിച്ചു ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്കൊരു അനിയനെ വേണം, അതുകൊണ്ട് മാത്രമാണ് ഇതിൽ നിന്ന് ഇവിടെ ജനിച്ചേക്കുന്നത്. അപ്പൊ അവന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഒഴിഞ്ഞു വെച്ചതാണ് അമ്മ എന്ന നിലയിൽ. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല അവനെ. എത്രയോ പേര് സ്വന്തം മക്കളെ കൊന്നു കുഴിച്ചു മൂടുന്നില്ലേ, ഇല്ലേ? കടലിലെറിഞ്ഞു കൊല്ലുന്നില്ലേ സ്വന്തം മക്കളെ? ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ വേദനിപ്പിച്ചെങ്കിൽ ആ കുട്ടി അന്നേ പോകത്തില്ലേ, ഈ വളർത്തിയോടെ അടുത്ത് പോകത്തില്ലേ? പിന്നെ എന്തിനാണ് സുധിച്ചേട്ടൻ ഈ എൻ്റെ ഭർത്താവ് തൊട്ടിയിട്ട് സ്റ്റേജിന്റെ പുറകിൽ ഒക്കെ ഈ കുഞ്ഞിനെ വളർത്തിയത്, നോക്കിയത്? പല ആർട്ടിസ്റ്റുകളും കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അന്നൊന്നും എനിക്കറിയത്തില്ല ഇവരെ. ഋതു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭയഭക്തി ബഹുമാനമുള്ള ഒരു ആളാണ് ഇവർ കേട്ടോ. കാരണം ക്യാൻസറാണ്, സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, രക്ഷപ്പെടുമെന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. രക്ഷപ്പെടണം, അവരെ ആ പഴയ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരണം. ഒരു ഭയങ്കര കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് കോണ്ടന്റ് കൊടുക്കാൻ ഗംഭീരമായിട്ടുള്ള മരുന്ന് കയ്യിലുള്ള ഒരാളാണ്. ഇപ്പം ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം മകനെ കുറിച്ചിട്ടാണ്. കിച്ചു സ്വന്തം മകനല്ല, ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇവരെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കിച്ചു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു കാരണവശാലും ഇവർക്കെതിരെ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ട് ഈ അടുത്ത കാലത്തൊന്നും വരുന്നില്ല, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കിച്ചു എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കലും സ്വന്തം അച്ഛൻ്റെ പേര് വെച്ചിട്ട് പണമുണ്ടാക്കാനോ ഫേമസ് ഉണ്ടാക്കാനോ സിനിമയിൽ കയറാനോ ശ്രമിച്ചിട്ടില്ല, അല്ലേ? കിച്ചു, സുധി അങ്ങനെയൊന്നുമല്ല. വെറും കിച്ചു മാത്രമാണ് അവൻ്റെ പേരിൻ്റെ ഒപ്പം ഉള്ളത്. ഒരിക്കലും അച്ഛൻ്റെ പേരെന്ന് വെച്ചിട്ട് അവനത് ഒരു തരത്തിലും അത് വിലക്കെടുക്കാൻ അവന് ശ്രമിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അത് വിലക്കെടുക്കാൻ ശ്രമിച്ച ആളുകളൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. നോക്കൂ, ഇവർക്ക് ക്യാൻസറാണ്, അവരത് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ചാനലിൽ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ആ കിച്ചു എന്ന് പറയുന്ന അവനെതിരെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതെന്തിനു പറയണം? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ കഴിഞ്ഞ കേസുകളാണ്. എൻ്റെ കിച്ചു വരാറുണ്ടോ? ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടെങ്കിലും അവൻ വരാറുണ്ട്, അവൻ എന്നെ കാണാൻ വരാറുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്, എന്തിലൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി. പക്ഷെ ഇവരെന്തൊരു വലിയ സംഭവമാണ് പറയുന്നത് എന്ന രീതിയിൽ ഞാൻ ഇവരെ സിറ്റുവേഷനെ കേട്ടോ, ഇവരൊന്നും ഞാൻ പേഴ്സണൽ ഒന്നും പറയില്ല കേട്ടോ. ഇവരാ ഒരു സിറ്റുവേഷൻ അവർ ഉപയോഗിച്ച രീതി നോക്കി, അല്ലേ? എന്തോ ഒരു കുറ്റം പറയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ചില ആളുകളൊക്കെ ഇപ്പോഴും കുറ്റം പറയുകയാണോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇപ്പോഴും ആ ഒരു പഴയ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ആ മകനെതിരെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നൊക്കെ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിപ്പോയി, ഈ സമയത്ത് ഇവർക്ക് നിശബ്ദമായിരുന്നൂടെ? എന്തിന് മകനെ കുറിച്ചിട്ട്, സ്വന്തം വീട്ടുകാരെ കുറിച്ചിട്ട്, മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ചിട്ട് നാട്ടുകാർക്ക് അലക്കാൻ വേണ്ടി മരുന്നിട്ട് കൊടുക്കുന്നത് എന്നതാണ്. തൊട്ടപ്പുറത്ത് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടിയാണെങ്കിൽ കരഞ്ഞു കാല് പിടിക്കുന്ന പോലെയാണ്. അവരെ ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമായി പോവും. മുഖത്ത് ഉള്ള എണ്ണ മുഴുവൻ വാരി വെച്ചിട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് സംശയം തോന്നിപ്പോവും. അടുത്ത ഡയലോഗ് നോക്കൂ. ഞാൻ പച്ചയ്ക്ക് പറഞ്ഞ എൻ്റെ രക്തവും മാംസവും ഉണ്ടായിരുന്ന സമയത്ത് ഊറ്റി കുടിച്ചവര് പോലും എന്നെ ഒന്നും വിളിച്ചു തിരക്കാത്ത ക്യാൻസർ. അതാണ് ആ ക്യാൻസർ. ഞാൻ സ്നേഹിച്ചവരാരും എന്നെ കാണാൻ വന്നില്ല, എന്നെ സ്നേഹിച്ചവര് കിച്ചുവിനെ കാണാൻ കൊള്ളാം. അവർ പറയുന്ന അടുത്തൊരു പരാതിയാണ്, ഞാൻ സ്നേഹിച്ചവരാരും എന്നെ കാണാൻ വന്നിട്ടില്ല, പക്ഷെ എന്നെ സ്നേഹിച്ചവർ എന്നെ കാണാൻ വന്നു. ഇവരെ കുറേ പേര് കാണാൻ പോയിട്ടുണ്ട്, ഇവരെ വിറ്റ് കാശുണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കോണ്ടന്റുകൾ വിറ്റിട്ട് കാശുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് യൂട്യൂബേഴ്സ്. അതിലത്തെ ഒരു മഹാനായ യൂട്യൂബർ ഒരു AC വാങ്ങിച്ചു കൊടുത്തോട് കൂടിയിട്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു. AC കയറി വന്നൊരു 30,000 ഉറുപ്പ്യ ഉണ്ടാവും, അല്ലേ? 30 ഉറുപ്പ്യ ഉണ്ടാവും. അത് വാങ്ങിച്ചു കൊടുത്ത ഫിറ്റ് ചെയ്യാനുള്ള ചാർജ് 35,000 ഉറുപ്പ്യ. ഒരു 35,000 ഉറുപ്പ്യ ചിലവഴിച്ചോട് കൂടിയിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായി. അദ്ദേഹം AC വാങ്ങിക്കുന്നെല്ലാം സോഷ്യൽ മീഡിയയിലിട്ട് ഞാൻ രേണു സുധിയെ സഹായിച്ചു വിട്ട നാട്ടുകാരെ, അദ്ദേഹത്തെ വിറ്റ് ഞാൻ കാശുണ്ടാക്കുക മാത്രമല്ല
അവരെ വെച്ച് ഞാൻ എന്താ പറയുക യൂട്യൂബ് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൈസയുടെ ഒരു തുക ഞാൻ അവർക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല കാര്യം. AC എങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ? ഒരു തേങ്ങയും വാങ്ങിച്ചു കൊടുക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ വർത്തമാനം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഇതിലത്തെ കമൻറ്റുകളൊക്കെ നോക്കുമ്പോൾ രേണു ഈ ടൈമിൽ സ്ട്രെസ് എടുക്കല്ലേ, ദിസ് ഈസ് യുവർ ലൈഫ്, ആരെന്ത് പറഞ്ഞാലും നമ്മളെ എഫക്റ്റ് ചെയ്യരുത്. താഴത്തുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത എന്തിനാണ് ഒരാൾ ഇങ്ങനെ ജീവിക്കാൻ സമ്മതിക്കാത്തത്, എന്തിനു മാത്രം, എന്ത് തെറ്റാണ് രേണു ചെയ്തത്. എനിക്കിപ്പോൾ മനസ്സിലായത് ഈ സമയത്തൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. ഈ സമയത്തും മകനെ കുറിച്ചിട്ട് ഇട്ട് അലക്കുക, തൻ്റെ ജീവിതത്തിലെ മോശം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുക സോഷ്യൽ മീഡിയയിൽ. സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ എതിർത്തിട്ട് റിയാക്ട് ചെയ്യുന്ന അവർക്കറിയാം, നമുക്കറിയാം. എന്തിനായിരിക്കാം ഒരു സ്ത്രീ ഇങ്ങനെ വന്നിരുന്നവരത് പറയുന്നത്? അവർ പറയുന്നത് ഞാൻ സ്നേഹിച്ചവരാരും എന്നെ കാണാൻ വന്നില്ല, എന്നെ സ്നേഹിച്ച ആളുകളൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ശരിയാണ്, നല്ല കാര്യം. ഇനി അടുത്തത്, സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ ഫിറോസ് ആണ് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്താണെന്ന് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്നെ തീർക്കണം എന്നുള്ളൊരൊറ്റ. ഞാൻ ചോദിക്കുന്നത് അതെന്തിനാണ് എനിക്കറിയില്ല. ഇവർക്ക് ഞാൻ എന്റെ വലിയ കാര്യങ്ങൾ എന്നെ ഇതാണ് അടുത്ത പറയുന്നത്. ഇവർ പറയുന്നത് ഇവരെ തീർക്കണം. ഫിറോസ് എന്ന് പറയുന്ന വീട് വെച്ചു കൊടുത്ത ഒരാളാണ്. അവർക്കൊക്കെ ഇവരെ തീർത്തിട്ട് എന്താണ് ഫിറോസിന് കിട്ടാനുള്ളത് അല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് നോക്കിയേ. അമ്മേനെ എന്താണ് കാണാൻ വരാത്തെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോ ഒരു ന്യായം പറയാൻ വേണ്ടിട്ട് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു. ഞാനൊരു മകനാണെങ്കിൽ എൻ്റെ അമ്മ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു യൂട്യൂബും തുടങ്ങി, ഇൻസ്റ്റാഗ്രാമും തുടങ്ങി, അതിൽ സബ്സ്ക്രിപ്ഷൻ എന്ന പരിപാടി തുടങ്ങിയിട്ട് അതിലെന്തിലൂടെയൊക്കെ സംഗതിയിലൊക്കെ ഷോ ഓഫ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മകൻ എന്ന നിലയ്ക്ക് എന്നെ അത് ബാധിക്കും. അപ്പോൾ എടാ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് കിച്ചുവിനോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനത് മെൻ്റലി വിഷമമായിട്ടുണ്ടാവില്ലേ? വേണമെങ്കിൽ പറയാം അതെൻ്റെ അമ്മയല്ല, എൻ്റെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച സ്ത്രീയാണ് എന്ന് പറഞ്ഞ് അവൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനെയും ഇവർ പറയുന്നത് ഇങ്ങനെയാണ്. കാണുന്നതല്ലേ. അപ്പൊ ഞാൻ ഇത്രയും ആ മെസ്സേജ് അവൻ കാണിച്ചായിരുന്നല്ലോ, സ്ക്രീൻഷോട്ട്. ഞാനിപ്പോ തിരിച്ചയച്ചു. എടാ, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നില്ലല്ലോ. എത്രയോ പേര് കുടുംബത്തിൽ ഓരോ ഇപ്പം ബിക്കിനി ഇട്ട് അഭിനയിക്കുന്ന സ്ത്രീകൾ, ഞാൻ അവരെ കുറ്റപ്പെടുത്തത്തില്ല. പണ്ടേ ഞാൻ പറഞ്ഞില്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ അമ്മ അങ്ങനൊന്നും കാണിക്കുന്നില്ലല്ലോ, ഞാൻ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? എനിക്ക് ഈ മാസം ഈ പൈസ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ ഇത്രയും തെറിയിട്ട് കിട്ടുകൊണ്ട് എനിക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ ആയില്ലേ, പൈസ ആയില്ലേ? തീർച്ചയായിട്ടും. കാരണം രേണുസുധിയുടെ ഭാഗത്തും ഒരുപാട് ശരികളുണ്ട്. അവർക്കറിയാം അവരെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ പോലെ പരിപാടികൾ നടത്തിയിട്ട് പൈസ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് അവർ ചികിത്സ നടത്താം. അവർ പറയുന്നത് തനിക്ക് അസുഖമുള്ളത് മുന്നേ അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ പ്ലാൻഡ് ആയിരുന്നു, വെൽ പ്ലാൻഡ് ആണ്. കൈയടിക്കണം. സോഷ്യൽ മീഡിയ രേണുസുധിക്ക് വേണ്ടിയിട്ട് കൈയടിക്കണം. ഇപ്പോൾ അവർ പറയുന്നത് അതുകൊണ്ടെന്താ അങ്ങനെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയുകൊണ്ട് എനിക്ക് ഒരുപാട് പണം കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ചികിത്സ നടത്താൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരിത് വെൽ പ്ലാൻഡ് ആയിട്ട് തുടങ്ങിയതാണ്. 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർക്കറിയാം ഇത്ര മാസം കൊണ്ട് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പൈസ കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടതാണ്. കാരണം രേണുസുധി എന്ന് പറയുന്ന പെൺകുട്ടി അസുഖബാധിതമായിട്ട് കടന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും പോയി സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. ഒരാളും സഹായിക്കില്ല. പക്ഷെ ഇനിയും സഹായിക്കാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിലെ ആളുകൾ അവിടെ ഉണ്ട്. നിങ്ങൾ ആലോചിക്ക്, എത്ര പേരുണ്ട് ഇവരെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കി, എത്ര പേരുണ്ട് ഇവരെ കോണ്ടന്റുകളൊക്കെ എടുത്തിട്ട് അല്ലേ? അപ്പോൾ അവരൊക്കെ ഒരു വലിയ തുക, നമ്മളൊക്കെ ഇവരെ കണ്ടന്റൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന തുക എത്രയും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വലിയ ലക്ഷങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരില്ലേ, അവരൊന്നും എന്താണ് ഇവരെ സഹായിക്കാത്തത്? നമ്മൾ ഇവരെ പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നുള്ളൂ, അവരാച്ചെങ്കിൽ 24 മണിക്കൂർ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ബബ.